നീറും മനസ്സിലെ മുറിപ്പാടുകൾ എല്ലാം മായ്ച്ചിടുവാൻ നാഥാ കനിയണമേ. യേശുക്രിസ്തുവിൽ സ്വയ അവബോധത്തോടുകൂടി ജീവിക്കുന്ന ഏവർക്കും ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. തിരുസഭാ മാതാവ് ഇന്ന് നമുക്ക് നൽകുന്ന വചനധ്യാനം ലൂക്കായുടെ സുവിശേഷം 6-ാം അധ്യായം 39 മുതൽ 42 വരെയുള്ള വാക്യങ്ങളാണ്. സ്വന്തം കണ്ണിലെ തടിക്കഷ്ണം എടുത്തു മാറ്റിക്കൊണ്ട് മറ്റുള്ളവരുടെ കണ്ണിലെ കരടെടുക്കുവാൻ കർത്താവ് നമ്മെ ഉദ്ബോധിപ്പിക്കുന്നു. ഒന്നാമതായി, സ്വയം ശ്രദ്ധ കേന്ദ്രീകരിക്കുക. മറ്റുള്ളവരുടെ തെറ്റുകളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുമ്പോൾ അത് നമ്മിൽ തന്നെ കുറവുകളെ വർദ്ധിപ്പിക്കുന്നതായി മാറും. നമ്മുടെ തെറ്റുകളിൽ നാം ശ്രദ്ധ കേന്ദ്രീകരിച്ചുകൊണ്ട് സ്വയം തിരുത്തലിന് വിധേയമാകുമ്പോൾ അത് മറ്റുള്ളവർക്ക് വേണ്ടിയുള്ള മാർഗദർശികളായി മാറും. അത് ഒരു തിരിതെളിയിക്കുന്ന അനുഭവമാണ്. നീ ഒരു ദീപമായിരുന്നാൽ മറ്റുള്ളവർ സ്വയം അവരെ കാണുകയും ബോധ്യപ്പെടുകയും തിരുത്തുകയും ചെയ്യും. 2, വ്യക്തിപരമായ കുറവുകൾ തിരിച്ചറിയുക. ഈ ഉപമയിൽ മറ്റൊരു വ്യക്തിയുടെ കണ്ണിൽ ഒരു കരട് കാണാൻ കഴിയുന്ന ഒരു വ്യക്തിയുടെ ഉദാഹരണമാണ് യേശു നമുക്ക് നൽകുന്നത്. എന്നാൽ സ്വന്തം കണ്ണിലെ തടി കാണാതെ പോകുന്ന ഒരു ദുരവസ്ഥയായി കർത്താവ് നമ്മോട് ഇന്ന് വരച്ചു കാണിക്കുന്നത്. ഞാൻ മനുഷ്യനാണെന്ന തിരിച്ചറിവും ബോധ്യവും നമുക്ക് ഉണ്ടാകേണ്ടതുണ്ട്. അവിടെ നിന്ന് മാത്രമേ നമ്മിലെ കുറവുകളിലേക്ക് നമുക്ക് യാത്ര ചെയ്യുവാൻ സാധിക്കുകയുള്ളൂ. മറ്റുള്ളവരുടെ കുറവുകൾ നാം നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ നാം അറിയാതെ ദൈവങ്ങളായി മാറുകയാണ്. അത് വിഗ്രഹ ആരാധനയ്ക്ക് തുല്യവും ആയി മാറും. അതിനാൽ നമ്മുടെ കുറവുകളെ തിരിച്ചറിയുന്നതാണ് യഥാർത്ഥമായ മാനുഷികത. ആ കുറവുകളിൽ നിന്നുകൊണ്ട് മാത്രമേ നമുക്ക് മറ്റുള്ളവർക്ക് വേണ്ടിയുള്ള ദൈവ വഴികളാകുവാൻ സാധിക്കുകയുള്ളൂ. 3, ദൈവം ഹൃദയത്തെ കാണുന്നു. വാക്കുകളുടെയും പ്രവൃത്തികളുടെയും അടിസ്ഥാനം എന്താണെന്ന് ദൈവം കാണുന്നു. നമ്മൾ മറ്റുള്ളവരുടെ കുറവുകൾ കാണുമ്പോൾ ദൈവം നമ്മുടെ ഹൃദയങ്ങളെ കാണുന്നു എന്ന തിരിച്ചറിവ് നാം നമ്മുടെ തന്നെ ഹൃദയത്തിലേക്ക് നോക്കുവാൻ വേണ്ടിയുള്ള ആവശ്യകതയെ സൂചിപ്പിക്കുന്നതാണ്. തൻ്റെ തന്നെ തെറ്റുകളും കുറവുകളും തിരിച്ചറിയുകയെന്നാൽ നാം നമ്മുടെ ഹൃദയത്തിലേക്ക് നോക്കുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം. സങ്കീർത്തകനോട് ചേർന്ന് നമുക്കും പ്രാർത്ഥിക്കുവാനാകണം, കർത്താവെ, എന്നാണ് ഞാൻ അങ്ങയുടെ സന്നിധിയിൽ എത്തിച്ചേരുക. ഇതാണ് ഹൃദ്യമായ ആത്മീയ ദാഹം. 4, മനോഭാവമാണ് എല്ലാം. നമ്മൾ മാറുമ്പോൾ നമ്മുടെ മധ്യയുള്ള ലോകം മുഴുവൻ മാറുന്നു. അതുപോലെ മറ്റുള്ളവരോടുള്ള നമ്മുടെ മനോഭാവവും മാറുന്നു. നമ്മുടെ മനസ്സ് മാറുന്ന അവസ്ഥയ്ക്ക് ഒരുപക്ഷെ നമുക്ക് പറയുവാൻ പറ്റുന്ന പേരാണ് മനോഭാവ രൂപാന്തരീകരണം എന്നത്. അതുകൊണ്ട് തന്നെ ആന്തരിക രൂപാന്തരീകരണമാണ് നമ്മുടെ മനോഭാവത്തിൽ മാറ്റം വരുവാനുള്ള ഏറ്റവും വലിയ ഉപാധി. 5, സാധാരണ സംഭവങ്ങളിൽ ദൈവത്തെ അന്വേഷിക്കുക. യേശു സാധാരണയിൽ നിന്ന് സംസാരിച്ചു, സാധാരണത്വത്തിൽ ജീവിച്ചു. സാധാരണത്വം ജീവിക്കുന്നവരുടെ മധ്യേ ദൈവ അനുഭവമായി വർദ്ധിച്ചു ആയി നമുക്ക് നിലനിർത്തുവാൻ സാധിക്കുന്നത്. ഞാൻ എന്താകുന്നുവോ അത് ദൈവത്തിൻ്റെ കൃപയാലാണ് എന്ന് പൗലോസ്ലീഹ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. എൻ്റെ ജീവിതത്തിൽ ദൈവം തന്നതിനെ ദൈവോന്മുഖമായി സംതൃപ്തിയോടുകൂടി ജീവിക്കുവാൻ സാധിക്കുക എന്നതാണ് ഈ സാധാരണത്വത്തിൻ്റെ ഏറ്റവും വലിയ മഹത്വം. പ്രിയരെ, ദൈവത്തിലേക്ക് നമ്മെ എടുത്തു വച്ചുകൊണ്ട് ദൈവത്തെ കാണുവാൻ എന്നിൽ തടസ്സമായി നിൽക്കുന്നതൊക്കെയും എടുത്തുമാറ്റി ദൈവത്തെ ദർശിക്കുന്ന മറ്റുള്ളവർക്ക് ദൈവദർശനത്തിൻ്റെ മാതൃകകളായി നമുക്ക് ജീവിക്കാം. ദൈവം നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ. ക്ഷമിച്ചിടുവാൻ എന്നിൽ കരുത്തേകണേ, എല്ലാം മറക്കാൻ വരമേകണേ. ക്ഷമിച്ചിടുവാൻ എന്നിൽ കരുത്തേകണേ, എല്ലാം മറക്കാൻ വരമേകണേ. നീറും
മനസ്സിലെ മുറിപ്പാടുകൾ എല്ലാം മായ്ച്ചിടുവാൻ നാഥാ കനിയണമേ. നീറും മനസ്സിലെ മുറിപ്പാടുകൾ എല്ലാം മായ്ച്ചിടുവാൻ നാഥാ കനിയണമേ. ക്ഷമിച്ചിടുവാൻ എന്നിൽ കരുത്തേകണേ, എല്ലാം മറക്കാൻ വരമേകണേ. എന്നാത്മമിത്രങ്ങൾ പോലും എന്നുള്ളം നോവിച്ചു നാഥാ. എന്നാത്മമിത്രങ്ങൾ പോലും എന്നുള്ളം നോവിച്ചു നാഥാ. ചെയ്യാത്ത കുറ്റങ്ങളാലേ സ്നേഹിച്ചവരെന്നെ മുറിച്ചു. പകയില്ലാതെല്ലാം പൊറുക്കാൻ സ്നേഹിക്കാൻ എന്നെ പഠിപ്പിക്കണേ. ക്ഷമിച്ചിടുവാൻ എന്നിൽ കരുത്തേകണേ, എല്ലാം മറക്കാൻ വരമേകണേ. സോദരർ എന്നെ പിരിഞ്ഞു, എൻ്റെ പെറ്റമ്മ പോലും മറന്നു. സോദരർ എന്നെ പിരിഞ്ഞു, എൻ്റെ പെറ്റമ്മ പോലും മറന്നു. അന്യമായൻ സ്വന്തഗേഹം ഞാൻ ആശ്രയമില്ലാതലഞ്ഞു. കരളിലെ ദുഃഖം മറക്കാൻ മാപ്പേകി സ്നേഹിക്കാൻ തുണയേകണേ. ക്ഷമിച്ചിടുവാൻ എന്നിൽ കരുത്തേകണേ, എല്ലാം മറക്കാൻ വരമേകണേ. ക്ഷമിച്ചിടുവാൻ എന്നിൽ കരുത്തേകണേ, എല്ലാം മറക്കാൻ വരമേകണേ. നീറും മനസ്സിലെ മുറിപ്പാടുകൾ എല്ലാം മായ്ച്ചിടുവാൻ നാഥാ കനിയണമേ. നീറും മനസ്സിലെ മുറിപ്പാടുകൾ എല്ലാം മായ്ച്ചിടുവാൻ നാഥാ കനിയണമേ. ക്ഷമിച്ചിടുവാൻ എന്നിൽ കരുത്തേകണേ, എല്ലാം മറക്കാൻ വരമേകണേ.